പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. തിരുനാളിലെ എല്ലാ മംഗളങ്ങളും നൽകിയ സാധാരണ നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ സമ്പൂർണ്ണ ജപമാലയാണ്. പറ്റുവാണെങ്കിൽ ഒരു സമ്പൂർണ്ണ ജപമാല കൂടി ഇന്ന് മാതാവിൻ്റെ ജപമാല രാജ്ഞിയുടെ തിരുനാളല്ലേ, പറ്റുവാണെങ്കിൽ 2 സമ്പൂർണ്ണ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിന് വലിയൊരു മഹത്വമായിരിക്കും. ഇതൊക്കെ പറയാനുള്ള കാരണം പറയാം. ആദ്യം നമുക്ക് വചനം ധ്യാനിക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്ന യെശയ്യാ 11:1 അവിടെ വചനം വെളിപ്പെടുത്താണ്. ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർത്തും. അതായത് നമുക്കറിയാം ദാവീദ് അല്ലെ, ദാവീദ് പ്രവചനമാണ്. ദാവീദിലൂടെ യേശുവിനെ കുറിച്ചിട്ടുള്ള പ്രവചനമാണ് ഇവിടെ നമ്മൾ വിവക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തെ ഞാൻ ശുദ്ധീകരിക്കുകയാണെങ്കിൽ എന്നിലൂടെ ഒരു തലമുറയെ കർത്താവ് പടുത്തുയർത്തും. ഞാനത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇച്ചിരി ദൂരെ നിന്നാണ്, ഞാൻ നമ്മുടെ യൂട്യൂബ് സ്ഥിരമായിട്ട് കാണുന്ന സഹോദരിയാണ്, കുറച്ച് നാളെ എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് അങ്ങനെ കഴിഞ്ഞ ദിവസം അവർ വന്നു. അവർ പറയായിരുന്നു, എൻ്റെ അച്ഛാ ജീവിത പങ്കാളി, അതായത് ഭയങ്കര സന്തോഷവതിയായിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. ഒരു 50 വയസ്സിൻ്റെ അടുത്തുണ്ട്. വളരെ സഹോദരി ഇങ്ങനെ ഇത്രയും വലിയ ആനന്ദത്തോടെയാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ സമാധാനത്തോടു ആയിരിക്കില്ലേ, വീട്ടിൽ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷം നിറഞ്ഞൊരു കുടുംബമായിരിക്കും. അതുപോലെ ആനന്ദമാണ്. അപ്പോൾ പുള്ളിക്കാരി അപ്പോഴാണ് ശരി പുള്ളി പറഞ്ഞത്, എൻ്റെ അച്ഛാ അങ്ങനെയല്ല അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി സംശയരോഗിയാണ്, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും തന്നെ മദ്യപിച്ച് വന്നു ആവശ്യമില്ലാത്തത് പറഞ്ഞ് ചില അവസരങ്ങളിൽ തല്ലും പിടിച്ചിട്ട്. മക്കളാണെന്നും 3 കുട്ടികളും തെറ്റായ സ്നേഹബന്ധത്തിലൊക്കെ ആയിട്ട് കഴിയുകയാണ്. ശരിക്കും വലിയ വേദനയിലും ഞെരുക്കത്തിലൊക്കെയാണ്. പുള്ളിക്കാരി പറയായിരുന്നേ, പക്ഷെ ഞാനിതെല്ലാം ഈശോയുടെ കാൽവരി കുരിശോട് ചേർത്ത് വയ്ക്കുക വെച്ചാൽ ചിലപ്പോഴൊക്കെ ജീവിതം തന്നെ മടുത്തുപോയി കർത്താവ് എന്ന തോന്നലുണ്ടാകും. ആ സമയങ്ങളൊക്കെ ഈശോയുടെ കുരിശോട് ചേർത്ത് ഞാൻ എൻ്റെ വേദനകളെ സമർപ്പിക്കും. അവർ പറയായിരുന്നു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന. ചില ദിവസം 1 മണിക്കാവും, കാരണം ഭർത്താവ് ബഹളം വെച്ച് കിടക്കണ്ടേ. 1 മണിക്കാവും രാത്രി ഉറങ്ങുമ്പോൾ. പിറ്റേ ദിവസം 4:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള ഭക്ഷണം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ജോലിക്ക് പോകുന്ന മക്കളൊക്കെ ഉണ്ട്. അവസാനത്തെ കൊച്ചിനൊക്കെയാണ് PG മറ്റോടെ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം അപ്പോൾ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് 5:30 ആകുമ്പോഴേക്കും എല്ലാ സംഭവങ്ങളൊക്കെ ഒരു ഇതാക്കി 5:45 ആകുമ്പോഴേക്കും അവർ പള്ളിയിൽ 6:30 കുർബാനയാണ്, കുർബാനയിൽ പങ്കെടുക്കും. അവർ പറയായിരുന്നു കുർബാന 7:15 ആകുമ്പോൾ കൂടി കഴിയുക വെച്ചാൽ ഞാനൊരു 10-15 മിനിറ്റ് നേരം ആ ദിവസത്തെ ബലി. ഇനി അന്ന് കുറേ കാര്യങ്ങൾ ഇനി കുരിശുണ്ട്, ആ കുരിശുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ആനന്ദത്തിൻ്റെ രഹസ്യം പ്രശ്നങ്ങളില്ലാത്തതല്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതത് ദിവസം ഞാൻ ഈശോയുടെ കാൽവരി കുരിശിൽ സമർപ്പിക്കും. ഈശോയെ ദിവ്യകാരണത്തിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ പറയും, ഈശോയെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ജീവിതം പണ്ടേ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ എന്ന് പറയും. അച്ഛാ, എൻ്റെ ദിവ്യകാരുണ്യ യേശുവാണ് എന്നെ ബലപ്പെടുത്തുന്നത്, എൻ്റെ പരിശുദ്ധ കന്യകാമാതാവാണ് എന്നെ ബലപ്പെടുത്തുന്നത്. എത്ര ഞാൻ ചോദിച്ചൊരു സമ്പൂർണ്ണ ജപമാലയ്ക്ക് ചെല്ലാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എത്ര ജപമാലകൾ ചെല്ലാറുണ്ടെന്ന് എനിക്കറിയില്ല. ചുരുങ്ങിയത് എന്തായാലും 10 മിനിമം, പിന്നെ അതിൻ്റെ മുകളിലാണ് പിന്നെ ജപമാലകളിലൊക്കെ. നോക്കൂ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ. എത്രയോ പ്രശ്നങ്ങളാണ് സഹോദരങ്ങളെ. ആ പ്രശ്നങ്ങളൊന്നും ആ സഹോദരിയുടെ ആനന്ദത്തെ തല്ലിക്കെടുത്തുന്നില്ല. കാരണം ആനന്ദം തരുന്നത് സ്വർഗമാണ്. അത്തരത്തിലുള്ളൊരു ആനന്ദം സ്വീകരിക്കാനായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ല ആനന്ദം തരുന്നത്. പ്രശ്നത്തിൻ്റെ നടുവിലും ഈ ആനന്ദം സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.